ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗോൾഡൻ സീഡിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കപ്പയുടെ ഇടയിലെ കളകൾ പറിക്കുകയും അതിനെ വൃത്തിയാക്കുകയും ചെറിയ വളങ്ങൾ ഇടുകയും ചെയ്യുന്ന വീഡിയോയും പിന്നെ കുറച്ച് മഞ്ഞൾ കൃഷിയുടെയും ചേമ്പ് കൃഷിയുടെയും വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പുല്ലുകളും കളകളും എല്ലാം പറിച്ച് നീക്കുകയാണ്. ഇച്ചിരി സമയം കഴിഞ്ഞ് ഇന്നിച്ചിരി വളവും ഉണങ്ങിയ ചാണകത്തിൻ്റെ പൊടിയോ വളങ്ങളോ എന്തെങ്കിലും കൊടുക്കണം. ഇന്നത്തെ പണി ഇതാണ്. ഈ കാണുന്ന കപ്പയുടെ ഇടയുടെ സൈഡിൽ നമ്മൾ ചെറിയതായിട്ടൊരു മഞ്ഞൾ കൃഷി ആരംഭിച്ചിരിക്കുകയാണ്. അത് നമ്മൾ കുറച്ച് മഞ്ഞൾ, ഒരു 10-20 മൂട് മഞ്ഞൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വാപ്പയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എങ്കിലും നമ്മൾ ചെയ്യുകയാണ് മഞ്ഞൾ കൃഷി. പിന്നെ ഇതിനി നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് മഞ്ഞൾ വെച്ച് കഴിഞ്ഞ് നമ്മൾ ചാണകപ്പൊടിയും മറ്റു വളങ്ങളും നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ മഞ്ഞൾ പിടിപ്പിച്ച് അത് കഴിഞ്ഞ് നനച്ച് കൊടുക്കും. അത് കഴിഞ്ഞാണ് ചാണകപ്പൊടിയും ഇതും ചെയ്യുന്നത്. ആദ്യമേ ഇടുന്നവരും ഉണ്ട് കേട്ടോ. പിന്നെ മഞ്ഞളിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മൾ അതേപോലെ തന്നെ ഗുണനിലവാരമുള്ള മഞ്ഞൾ എടുത്ത് കൃഷി ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇത്. പിന്നെ അതേപോലെ തന്നെ ചേമ്പിൻ്റെ 3-4 കുഴികൾ നമ്മൾ എടുത്തിട്ടുണ്ട് തട വെക്കാൻ വേണ്ടിയുള്ള. അത് ഇതിൻ്റെ ഇടയ്ക്കിൽ നിന്ന് നമ്മൾ നമ്മുടെ കപ്പയുടെ ഇടയിൽ നിന്ന് എടുത്ത പച്ചിലകളും അതും എല്ലാം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് വിട്ട് ചാണകപ്പൊടിയും ഇട്ടിട്ടാണ് നമ്മൾ തട വെക്കുന്നത്. അതിനു വേണ്ടിയുള്ള കുഴിയാണ് നമ്മളിപ്പോൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിനുള്ള ശാസ്ത്രീയ വശങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങളത് നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കണം. എങ്ങനെ ചെയ്യണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മളെ അറിയിക്കേണ്ടതാണ്. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമാണ് നമ്മുടെ മുന്നോട്ട് ഉള്ള പ്രചോദനം. അതാണ് നമുക്ക് വേണ്ടത്, ഏറ്റവും നന്നായിട്ട് വേണ്ടതാണ്. നിങ്ങളുടെ ചീത്ത കമൻറ്റും നല്ല കമൻറ്റും നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇതിൽ എന്തെങ്കിലും പോരായ്മകളോ ഇതോ ഉണ്ട്, ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. വിശേഷങ്ങൾ ഇനിയും ഉണ്ട് പറയാൻ. നമ്മുടെ കൂടെ ഇനി അടുത്ത വീട്ടിൽ കാണാം.